യാത്രയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ എൻ്റെ യാത്ര ഹിമാലയത്തിലേക്കാണ്. ഏതൊരു സാധാരണക്കാർക്കും ഹിമാലയത്തിലേക്ക് പോകാം. ഏകദേശം 31,000 രൂപയാണ് ഈ യാത്രയ്ക്കായി ചിലവ് വരുന്നത്, ആഹാരം ഉൾപ്പെടെയാണ്. കൂടാതെ ഈ യാത്രയ്ക്ക് ആവശ്യമായിട്ട് മറ്റ് ഒട്ടനവധി സാധനങ്ങളും വേണം. സാധാരണ ഒരു യാത്ര പോലെയല്ല ഹിമാലയ യാത്ര. ഏകദേശം 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു നടക്കുന്ന ഹിമാലയത്തിൻ്റെ രൂക്കുണ്ട്, ബ്രഹ്മത്താൽ എന്നീ സ്ഥലങ്ങളിലേക്കാണ് എൻ്റെ യാത്ര. ഏകദേശം 5,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് നമുക്ക് സോക്സ്, ഗ്ലൗസ്, ടിഷ്യൂ പേപ്പർ, ജാക്കറ്റ്, ഡ്രസ്സ്, ബാഗ്സ്, ടോർച്ച്, വാഷ്റൂം ചപ്പൽ, സ്ലീപ്പിംഗ് കിറ്റ്, ടീഷർട്ട്സ്, അങ്ങനെ മറ്റ് ഒരുപാട് സാധനങ്ങളും ഈ യാത്രയ്ക്ക് ആവശ്യമുണ്ട്. ഈ യാത്രയ്ക്ക് പോകുവാനോ ഹിമാലയ യാത്രയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റായി രേഖപ്പെടുത്തിയാൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിൽ ഏപ്രിൽ 11-ാം തീയതി ആരംഭിക്കുന്ന യാത്ര ഏപ്രിൽ 27-ാം തീയതിയാണ് തിരിച്ച് തിരുവനന്തപുരം എത്തുന്നത്. രാവിലെ 9:40 ഋഷികേശ് ട്രിവാൻഡ്രം സെൻട്രൽ കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനിലാണ് 3 ടയർ AC ടയറിലാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. എന്തായാലും ഹിമാലയ യാത്രയിൽ കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാനും ഈ ഹിമാലയ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകാം. അപ്പം ഹിമാലയത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്.